ബിഡ്നയും ഡയോണെ കണ്ട് സംസാരിച്ചോണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും അവളും ബോധം കെട്ടൊക്കെ വീണിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ ഡയോണും അടുത്ത് താമസിക്കുന്ന ആൾക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ട് അവളെയും ഹോസ്പിറ്റലിലേക്കൊക്കെ ആക്കുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഏറോങ്ങും മാണ്ടവും കൂടി അവിടേക്ക് ഓടി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കും ബോധമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെയായിരുന്നു അവളും ഇരുന്നത്. ഇപ്പോഴാകട്ടെ ഡോക്ടറും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. നിലവിൽ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും നിനക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല. ഒരു പക്ഷേ സ്ട്രെസ് ഒക്കെ കൂടുന്ന രീതിയിലുള്ള എന്തോ ഒന്ന് നീ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഡോക്ടറും പറയുന്നു. അവളും ആലോചിച്ചു നോക്കിയ സമയത്ത് ഡയോണെ മാത്രമായിരുന്നു ഓർമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ കാരണമായിരിക്കും അവൾക്കും ഇതുപോലെ നെഞ്ചുവേദനയൊക്കെ വന്ന് ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഓർക്കുകയാണ്. ഇനി ആ ഒരു സാഹചര്യം നീ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും അവൾക്കും അത് ഒഴിവാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അറിയിക്കുന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഡയോണ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനെ അവിടെ കാണുമ്പോഴത്തേക്കും എറോങ് അവന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുന്നു. എങ്കിൽ പോലും ഡയോന്റെ കൂടെ തിരിച്ചൊക്കെ പോയിക്കോളാമെന്നാണ് ബിറ്റ്ന പറയുന്നത്. പിന്നെ ആരാണെന്നൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ. അന്നേരം നീ അതൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇപ്പോളാകട്ടെ നിനക്ക് ബിന്നെ ആരാണെന്ന് അറിയുവാനായിട്ട് ആകാംക്ഷ ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. ശരിക്കും ഇതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ബിന്നെ അവനോട് ചോദിക്കുമ്പോഴത്തേക്കും അവനും ബിന്നെനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നൊക്കെ മറുപടിയും കൊടുക്കുന്നു. ബിന്നെ താമസിക്കുന്ന ബിൽഡിങ്ങിൽ താമസിക്കുന്ന മുത്തശ്ശിയാകട്ടെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് കണ്ടിട്ടുണ്ടായിരുന്ന അടുത്ത് താമസിക്കുന്ന അമ്മയും മകനും മുത്തശ്ശീനെ സഹായിക്കുവാനായിട്ടൊക്കെ എത്തുന്നു. മുത്തശ്ശിയും അവരുടെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചു തന്നെ ഉണ്ടായിരിക്കണം. ഒരാൾ മറ്റൊരാളെ ഒറ്റയ്ക്കൊന്നും ഒരിടത്തേക്കും വിട്ടേക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ കൂടുതലായിട്ട് അപകടമൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറയുകയാണ്. മുത്തശ്ശി മുട്ടുവേദനയൊക്കെ ആയിട്ട് ക്ലിനിക്കിൽ പോയിട്ട് വന്നതായിരുന്നു. അങ്ങനെ അവർ നടന്നു വരുമ്പോഴത്തേക്കും ബിഡ്നും ഡയോണും വണ്ടിയിൽ നിന്നുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. നീ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നിന്റെ റൂഡായിട്ട് സംസാരിക്കുന്ന ഈ ഒരു രീതി ഒന്ന് മാറ്റുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ ഈ ഒരു ദേഷ്യം ഒന്ന് മാറ്റുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ ബിഡ്ന തിരിച്ച് അവരോടും ചോദിക്കുന്നു. നീ മരിച്ചു മോർച്ചറിയിലൊക്കെ കിടക്കേണ്ടതല്ലേ, എന്തുകൊണ്ടാണ് ഇപ്പോൾ നീ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയുടെ അടക്ക് കാണാതെ ഞാനും മരിക്കുകയില്ല എന്നൊരു മറുപടിക്ക് അവളും കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചു നിൽക്കുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവരും കൂടി അവരെയും പിടിച്ചു മാറ്റുന്നു. ഇനി ചർച്ചിലെയും നീ പള്ളിയിലൊന്നും വരാത്തത് കൊണ്ടാണ് ഇതുപോലെ നിനക്ക് അസുഖവും മറ്റൊക്കെ വരുന്നത്. നീ എന്തായാലും പള്ളിയിലൊക്കെ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് അവൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവളും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. അടുത്തതായിട്ട് ഡയോന്റെ അടുത്തും ഇങ്ങനെ അവന്റെ മതം ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് ലാസ്റ്റ് പണിയാക്കുമെന്നൊക്കെ മനസ്സിലാക്കുന്ന ഡയോണും മുങ്ങുന്നുണ്ട്. ടീച്ചർ മരിച്ച സ്ഥലത്ത് വെച്ച് ഡയോണും കോളയുടെ ഒരു ക്യാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെയും കോള കുടിച്ചതിന് ശേഷം ക്യാൻ എങ്ങനെയാണോ ചളുക്കിയൊക്കെ വയ്ക്കുക അതേ ഷേപ്പിൽ തന്നെ ആയിരുന്നല്ലോ അത് ഉണ്ടായിരുന്നതും. ഇതിനു മുമ്പും അവൾ അതുപോലെ ഇതേ ഷേപ്പിലൊക്കെ ക്യാൻ ചളുക്കിയിട്ട് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അവനും ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ബിന്നയുടെ അടുത്ത് സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവനും അവളെ ഫോളോ ചെയ്ത് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്. ബിന്നിയും എന്തുകൊണ്ടാണ് താനൊരു ചെകുത്താനാണെന്നുള്ള സത്യമൊക്കെ ഡയോന്റെ അടുത്ത് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ നിനക്ക് ഡയോന്റെ അടുത്ത് ഇഷ്ടമുണ്ടോ അതോ നീ ഡയോണെ വെറുക്കുന്നോ എന്നൊരു ചോദ്യമൊക്കെ മാണ്ടവും അവളുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഇത് രണ്ടുമല്ല എന്ന് പറഞ്ഞ് അവളും ഇരിക്കുന്നു. ബിഗ്നിയും ഇപ്പോൾ ഒന്ന് രണ്ട് പേരെയൊക്കെ കൊന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ ഡയോൺ കണ്ടെത്തുകയാണ് എങ്കിൽ അവൾ ആജീവനാന്തം ജയിലിലൊക്കെ കിടക്കേണ്ടതായിട്ട് വരും. ഡയോണ് ബിഗ്നെ ആരാണെന്നൊക്കെ കൂടുതൽ അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നീ കണ്ടുപിടിക്കുക. അതൊക്കെ അവനെ ഏൽപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും അവനും പോയിക്കോളുമെന്നാണ് ബിഗ്നം പറയുന്നത്. ബിഗ്നയും രാത്രി വെളിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ഡയോൺ അവളെ ഫോളോ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചു ദൂരമൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവൾ എവിടേക്കാണ് പോയതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ നിൽക്കുന്നു. ബിഗ്ന നേരെ പോയിട്ടുണ്ടായിരുന്നത് എറോങ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ആയിരുന്നു. ഡയോൺ ശരിക്കും നിനക്കൊരു ശല്യമൊക്കെ ആണെങ്കിൽ അവരെ ബെഡിലാക്കി കിടത്തുവാനുള്ള വഴിയൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളും കയ്യിലുണ്ടായിരുന്ന കത്തിയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ ബിഗ്നയും പറയുന്നു. കൈലവുമായിട്ട് നരകത്തിൽ നിന്നും മുങ്ങിയിട്ടുള്ള സാത്താനെ പിടിക്കുവാനായിട്ട് കുറേയധികം ചെകുത്താന്മാരൊക്കെ കൂടി ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. പലയിടത്തു നിന്നുമുള്ള ചെകുത്താന്മാരൊക്കെ കൂടുന്ന ഒരു മീറ്റിംഗ് ആണത്. അവർക്കും ഏതെങ്കിലും മനുഷ്യർ സാത്താനാണോ എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ആ ഒരു ഇൻഫോർമേഷനൊക്കെ പരസ്പരം കൈമാറും. സാത്താനെയും കൈലത്തിനെയും കണ്ടെത്തിയതിനു ശേഷം ആ ഒരു ഇൻഫോർമേഷനൊക്കെ ബെയിലിനും ലൂസിഫറിനും കൊടുക്കുകയാണ് എങ്കിൽ പിന്നെ മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കേണ്ടതായിട്ട് വരികയില്ല.
നരകത്തിലെത്തി നല്ലൊരു പാരിതോഷികമൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റിംഗിൽ നീ കൂടി പങ്കെടുക്കുക എന്നൊക്കെ എയറോങ്ങും ബിഗ്നയോട് പറയുന്നു. മാണ്ടും ഒരു സ്കൂളിലേക്കൊക്കെ ചെല്ലുകയാണ്. ഇതാകട്ടെ ബിഗ്ന പഠിച്ചൊരു സ്കൂളാണ്. മാണ്ടുവും ഒരു പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. ബിഗ്നയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് അറിയണമെന്നൊക്കെ മാണ്ടുവും അവിടെ ഉണ്ടായിരുന്ന ടീച്ചറിന്റെ അടുത്തൊക്കെ പറയുന്നു. അടുത്തതായിട്ട് ബിഗ്നയും മാൻഡും എയറോങ്ങും കൂടി ചേർന്നിട്ട് കുക്കിംഗ് ക്ലാസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ എത്തുകയാണ്. അവരെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ഡയോണും ഇതേ സ്ഥലത്ത് എത്തുന്നു. ഡയോൺ നേരെ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് പേര് കത്തിയുമായിട്ട് നിൽക്കുന്നതായിരുന്നു അവനും കണ്ടത്. അത് കണ്ട് അവൻ ആകെ പേടിക്കുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാവരും തന്നെ ചെകുത്താന്മാരാണ്. അങ്ങനെ ഇരിക്കെ ഒരു ചെകുത്താനാകട്ടെ നീ ആരാണ്, എന്താണ് നിന്റെ ഇവിടുത്തെ ജോലി എന്നൊക്കെ അവനോട് ചോദിക്കുമ്പോഴത്തേക്കും ഡയോണ് ഞാൻ പോലീസുകാരനാണെന്നൊക്കെ പറഞ്ഞ് ഡയോന്റെ ID കാർഡ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഡയോൺ ഒരു മനുഷ്യനാണെന്നുള്ള സത്യമൊക്കെ അറിയിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിഗ്നയും ഇതെന്റെ ഡ്രൈവറാണ്, ഇവന്റെ പേര് പോപ്പി എന്നാണെന്നൊക്കെ പറഞ്ഞ് അവനോടും സംസാരിക്കുന്നു. പക്ഷെ ഈ ഒരു ചെകുത്താന് ബിഗ്ന ആരാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഇത് ജസ്റ്റീഷ്യ ആണെന്നൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കുമാണ് ജസ്റ്റീഷ്യ ആണെന്ന് മനസ്സിലാക്കിയ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ചെകുത്തന്മാരും ഒരുപോലെ സന്തോഷിക്കുന്നത്. അവര് ശരിക്കും കുക്കൊക്കെ ചെയ്യുവാനായിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളതെങ്കിൽ പോലും എല്ലാവരും തന്നെ ചെകുത്താന്മാരായതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള രീതിക്ക് ഓരോരോ കുക്കിങ്ങും മറ്റുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും ഡയോണ് മൊത്തത്തിൽ ഞെട്ടിപ്പോകുന്നു. ഡയോണ് സാത്താനെ കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചെകുത്താനും അതിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ലൂസിഫർ യഥാർത്ഥത്തിൽ ഒരു ഏഞ്ചൽ ആയിരുന്നു, പിന്നീട് ഡെവിളായി മാറിയതാണ്. അങ്ങനെ ഇരിക്കെ ലൂസിഫർ ആയിരുന്നു നരകമൊക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ബെയിലും സാത്താനുമായിരുന്നു ലൂസിഫറിന്റെ തൊട്ട് താഴത്തെ സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസമാകട്ടെ അവർ തമ്മിൽ ഒരു വഴക്കൊക്കെ ആയി. ലൂസിഫറിനെ തോൽപ്പിക്കുവാനായിട്ട് സാത്താന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്നും പോകാമെന്ന ഒരു തീരുമാനത്തിലൊക്കെ എത്തിയ സാത്താനാകട്ടെ ലൂസിഫർ നിധിയായിട്ട് കണ്ട കൈലോം എടുത്തുകൊണ്ടാണ് പോയത്. ആ ഒരു കൈലൊക്കെ ഉണ്ടെങ്കിൽ ഭൂമിയിൽ എത്തിയതിനു ശേഷം ഒരു ബോഡിയിൽ എത്ര കാലം വേണമെങ്കിലും ജീവിക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആ ബോഡിക്ക് മരണം ഉണ്ടാവുകയില്ല. പക്ഷേ സാത്താൻ എവിടെയാണ് പോയി ഒളിച്ചതെന്ന് ആർക്കും തന്നെ അറിയിക്കുകയില്ല എന്നൊക്കെ ആ ചെകുത്താൻ പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് മനസ്സിലാക്കാതെയൊക്കെ ആയിരുന്നു ഡൗൺ നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ലൈനിൽ വിഘ്നയും കാര്യം ഒതുക്കുന്നു. 26 വർഷങ്ങൾക്ക് മുമ്പ് സാത്താൻ നരകത്തിൽ നിന്നും കൈലവുമായിട്ട് രക്ഷപ്പെട്ടു പോയി. സാത്താനോ കൈലവും എവിടെയാണെന്ന് ആർക്കും തന്നെ ഇതുവരെയായിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നൊക്കെ വിഘ്നയും പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ ചെകുത്താന്മാരാണ്. ഇതുപോലെ മാസത്തിലൊരിക്കല് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടി കുക്കൊക്കെ ചെയ്ത് ആൾക്കാർക്ക് ഫുഡൊക്കെ കൊടുക്കും. അതുവഴി ഞങ്ങൾ ചെകുത്താന്മാരാണെന്നുള്ള കാര്യം ആരും തന്നെ അറിയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ചെകുത്താനും അവരുടെ സ്റ്റോറിനെ കുറിച്ചൊക്കെ ഡയോന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. നീ എന്തിനാണ് ഞങ്ങളെ ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയത്? എന്തായാലും ഈ ഒരു സ്ഥലം ഒട്ടും തന്നെ ശരിയല്ല. നീ എത്രയും വേഗം പൊയ്ക്കോ എന്നൊക്കെ വിഘ്ന പറഞ്ഞ് അവനെ പേടിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ പേടിക്കുകയൊന്നും ചെയ്യാതെ വിഘ്നയുടെ അടുത്ത് നരകത്തിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. ചെകുത്താന്മാര് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയാകട്ടെ വീടുകളിൽ കയറി പ്രായം ചെന്ന ആൾക്കാർക്ക് ഈ ഒരു ഫുഡൊക്കെ കൊടുക്കുകയാണ് അവരുടെ ദൗത്യവും. വിഘ്നയാകട്ടെ കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ മടുത്തൊക്കെ പോകുന്നു. ഈ ഒരു ചെകുത്താന്റെ പേര് അറിയിക്കുകയില്ലെങ്കിൽ പോലും ഇതുവരെയുള്ള സീൻസിൽ ഇയാൾക്ക് കുറച്ച് പ്രാധാന്യമൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇയാള് ചെകുത്താൻ നമ്പർ 1 എന്ന് വിളിക്കാം. സോ ഈ ഒരു ചെകുത്താൻ നമ്പർ 1 ആകട്ടെ ഒരു വീട്ടിലൊക്കെ ചെന്ന് അവിടുത്തെ പ്രായം ചെന്ന മനുഷ്യന് ഫുഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് ഇവരിങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരാളും ചെകുത്താൻ നമ്പർ 1ന്റെ അടുത്ത് നന്ദിയൊക്കെ പറയുകയും കരയുകയും ചെയ്യുകയാണ്. നമ്പർ 1 ചെകുത്താനാകട്ടെ ഈ ഒരു കരച്ചിലൊക്കെ കാണുമ്പോൾ തന്നെ വിഷമം വന്ന് കണ്ണൊക്കെ നിറയുന്നു. ഡൗൺ മാത്രമായിരുന്നു ചെകുത്താൻ നമ്പർ 1 കരഞ്ഞതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കരഞ്ഞ കാര്യം നീ ആരോടും പറയരുത്. നീ മനുഷ്യനാണെന്നുള്ള കാര്യം ഞാനും ആരോടും പറയിക്കയില്ല. ഞങ്ങൾ ഇതുപോലെ കരയുകയൊക്കെ ആണെങ്കിൽ ഞങ്ങളെ അപ്പോൾ തന്നെ കൊന്നുകളയുന്നതായിരിക്കുമെന്നൊക്കെ ഡയോന്റെ അടുത്തും പറയുകയാണ്. നിനക്ക് എപ്പോഴെങ്കിലും എന്റെ സഹായിക്കാൻ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ചെകുത്താൻ നമ്പർ 1ഉം അയാളുടെ കാർഡൊക്കെ ഡയോണെയും ഏൽപ്പിക്കുന്നു. ജസ്റ്റിഷ്യ എന്തിനാണ് ബിഗ്നയുടെ പേരിൽ ഇവിടെ ജീവിക്കുന്നത്? എന്താണ് അവൾക്ക് കൊടുത്തുവിട്ടിട്ടുള്ള ദൗത്യം? അവളും എന്തെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടോ എന്നൊക്കെ ഈ ചെകുത്താൻ നമ്പർ 1ന്റെ അടുത്തൊക്കെ ഡൗൺ ചോദിക്കുന്നുണ്ടെങ്കിലും അവളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ പറഞ്ഞൊരു വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെകുത്താൻ നമ്പർ 1 പോകുന്നത്. ബിഗ്നയും ഡയോണും കൂടി ചേർന്ന് സംസാരിക്കുമ്പോഴുള്ള ബിഗ്നയുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊക്കെ ചെകുത്താൻ നമ്പർ 1ഉം ശ്രദ്ധിക്കുന്നുണ്ട്.
ഇനി നമ്മുടെ മാൻഡോവും പള്ളിയിലേക്കൊക്കെ ചെല്ലുകയാണ്. ബിഗ്ന പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് പോലെ ഈ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെക്കുന്ന രീതിയിലുള്ള കണ്ണടയും അതുപോലെ തന്നെ ഫയർ ഫൈറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഗ്ലൗസും ഇട്ടിട്ടായിരുന്നു അവനും എത്തിയത്. ബൈബിളൊക്കെ അവൻ കൈകൊണ്ട് പിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് അവനത് ചെയ്യുന്നതും. അതായത് അവന് ബൈബിളൊക്കെ വളരെ ചൂടുള്ള ഒന്നായിട്ടൊക്കെ തോന്നുകയാണ്. ഇനി അവരുടെ നെയ്ബർ ആയിട്ടുള്ള കുട്ടിയും അവനെ സഹായിക്കുന്നൊക്കെയുണ്ട്. ഇനി പള്ളിയിലുണ്ടായിരുന്ന അച്ഛനും സാത്താനെ പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാണ്ടോനായിട്ടാണ് അത് നേരെ ചെന്ന് ഏൽക്കുന്നത്. അവനും അതുകൊണ്ട് ശരിക്കിരിക്കുവാനൊന്നും സാധിക്കാതെ ആകെ പുളഞ്ഞൊക്കെ നിൽക്കുന്നു. എങ്കിൽ പോലും ഊരിപ്പോയ കണ്ണടയൊക്കെ തിരിച്ചു വെച്ചിട്ട് അവൻ വീണ്ടും പള്ളിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന എല്ലാവരും കൂടി ഒന്നിച്ച് നടന്നു വരുമ്പോഴത്തേക്കും എന്റെ അമ്മയും ഞാനും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്നൊക്കെ കുട്ടി പറയുമ്പോഴത്തേക്കും അമ്മയും ഞാനും അതേ കാര്യം തന്നെയാണ് പ്രാർത്ഥിച്ചതെന്നൊക്കെ പറഞ്ഞ് അവനും ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു. പക്ഷെ ചർച്ചിലേടിക്കാകട്ടെ എല്ലാവരും വന്നിട്ട് പോലും വിഘ്ന പള്ളിയിൽ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിലായിരുന്നു വിഷമം ഉണ്ടായിരുന്നത്. നേരെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ കയറി ചെന്നിട്ടുണ്ടായിരുന്ന ഡയോൺ ആകട്ടെ വിഘ്ന ഒരു ചെകുത്താനാണ്. വിഘ്ന മാത്രമല്ല അവളുടെ കൂടെ ഒരുപാട് ചെകുത്താന്മാരൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ കൂടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം നീ ഒരു ഡിറ്റക്റ്റീവ് ഒക്കെ അല്ലേ, വെറുതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോരാ. നിനക്കൊരാളെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ തക്കതായിട്ടുള്ള തെളിവൊക്കെ സമർപ്പിച്ചതിന് ശേഷം വേണം ആ ഒരു കാര്യമൊക്കെ തെളിയിക്കുവാനെന്ന് അമ്മയും അവന്റെ അടുത്ത് പറഞ്ഞൊക്കെ കൊടുക്കുന്നു. ടീച്ചർ മരിച്ച സ്ഥലത്ത് നിന്ന് കോളയുടെ ക്യാനൊക്കെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പരിശോധനയൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് നിന്ന് അവന്റെ പ്രിന്റ് അല്ലാതെ മറ്റാരുടെയും കൈയുടെ പ്രിന്റ് ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.